സ്ത്രീ ഉൽപ്പത്തിയുടെ കാലം മുതൽക്ക് നന്മയുടെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വാത്സല്യത്തിന്റെയും മൂർത്തിമത്ഭാവം. ആർഷഭാരത സംസ്കാരം എന്നും സ്ത്രീയെ പൂജനീയ ബിംബമായി ഉൾക്കൊള്ളുന്നു. കാലം വരുത്തിയ മാറ്റങ്ങൾ കാഴ്ചപ്പാടുകളിൽ പ്രതിഫലിച്ചപ്പോൾ മനുഷ്യ മനസാക്ഷിയിലെ നന്മയെയും തിരിച്ചറിവിനെയും സദ്ഗുണങ്ങളെയും കാർന്നു തിന്നാൻ തുടങ്ങി. നമ്മുടെ നാടിന്റെ സംസ്കാര തകർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന അധമന്മാർ കാമക്രോധ മോഹങ്ങളോടെ നിർലജ്ജം വാഴുമ്പോൾ ഈ നാട് കേഴുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ മുൻനിർത്തി സമൂഹ മനസാക്ഷിക്കു മുന്നിൽ ഒരു നേർ കണ്ണാടി പോലെ ഞങ്ങൾ സമർപ്പിക്കുന്നു നിർഭയ. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു.
പ്രമാദമായ നിർഭയ കേസിൽ സാക്ഷി മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ കോടതി വിധി പ്രസ്താവിക്കുന്നു. സംഭവം നടക്കുമ്പോൾ പ്രതികളുടെ മാനസിക നില സാധാരണമായിരുന്നില്ല എന്നതും 1ഉം 2ഉം പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും 3ാം പ്രതി പ്രായപൂർത്തിയാകാത്തതിനാൽ 7 വർഷം ദുർഗുണ പരിഹാര പാഠശാലയിൽ ഭാവിയിലേക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വെറും തടവും ഈ കോടതി വിധിക്കുകയാണ്. ഇതെന്തു ന്യായം? ഇവിടെ എവിടെയാണ് നീതി? ഒരു വേട്ടമൃഗത്തിനോടുള്ള കരുണ പോലും എന്റെ കുട്ടിയോട് ഇവർ കാട്ടിയില്ല. ജീവന് വേണ്ടി പിടഞ്ഞ എന്റെ കുഞ്ഞിന്റെ രോദനം ഇവർ കേട്ടില്ല. ഈ വിധി കൊണ്ട് തകർന്നത് ഞാൻ മാത്രമല്ല, ഈ സമൂഹ മനസാക്ഷി കൂടിയാണ്. നിയമത്തിന്റെ കോടതിയിൽ നീ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിനക്ക് രക്ഷയില്ല. ഒരു നിയമത്തിന്, ഒരു നീതിപീഠത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പണത്തിനും അധികാരത്തിനും അധിപനാണ്. ഇനിയും എന്റെ കൈകളിൽ കിടന്ന് പെൺ ശരീരങ്ങൾ പിടയും. അത് നിങ്ങളുടെ അമ്മയാവാം, പെങ്ങളാവാം, ഭാര്യയാവാം, മകളാവാം. അത് ഞാൻ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിരഞ്ഞമരുന്ന ഓരോ പെൺകുട്ടികളും വികാരാവേശങ്ങളുടെ അഗ്നിജ്വാലകളിൽ ഈയാമ്പാറ്റകളെ പോലെ തിരിച്ചറിവും സ്നേഹവും ദയയും എന്നൊക്കെ പുരുഷവർഗത്തിന് അന്യമാകുന്നുവോ അന്നൊക്കെ നീതി നിഷേധത്തിന്റെ ആനുകൂല്യത്താൽ ഇനിയും പെൺവർഗം മൃഗീയ പീഡനങ്ങളുടെ ഹോമകുണ്ടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടും. എന്നാണ് യഥാർത്ഥ മനുഷ്യനായി നാം എല്ലാം ജീവിക്കുക? സത്യവും ധർമ്മവും നീതിയും ഇവിടെ വാഴുക.